ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. 2.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് ബിരിയാണി പീസാക്കി കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇത് പൊരിച്ചിട്ടാണ് ബിരിയാണി വെക്കുന്നത്. അപ്പോൾ അതിന് മസാല പുരട്ടി വെക്കാം. ഒരു ബൗളെടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി വേണ്ടവർക്ക് അത് ചേർത്ത് കൊടുത്താൽ മതി. ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും കൂടി ചതച്ച പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ ചിക്കൻ മസാല, കുറച്ച് കളർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഓപ്ഷണലാണ്. ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീരും കൂടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് അധികം ചേർക്കേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷെ പൊരിക്കുന്ന സമയത്ത് അത് അധികം ചേർത്താൽ അടി പിടിക്കും. ഇതിലേക്ക് ചിക്കൻ ഇട്ട് ചിക്കനിൽ നല്ലോണം മസാല തേച്ച് പിടിപ്പിക്കാം. ചിക്കനിൽ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് 1 മണിക്കൂറാണ് വെക്കുന്നത് ഞാൻ. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് പാം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുക്കുമ്പോൾ എണ്ണ അത്യാവശ്യം നല്ല ചൂട് വേണം. പിന്നെ തീ കുറച്ച് വെച്ചാലും കുഴപ്പമില്ല. ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. തീ കൂട്ടി വെച്ചാൽ പുറം ഭാഗം കരിയും ചെയ്യും, ഉള്ളു വെന്തിട്ടും ഉണ്ടാവില്ല. ഇതുപോലെ ബാക്കിയുള്ള ചിക്കനും കൂടി പൊരിച്ചെടുക്കാം. ബിരിയാണിക്ക് വേണ്ട റൈസ് വേവിച്ചെടുക്കുകയാണ്. 2 രീതിയിൽ ഇത് വേവിച്ചെടുക്കാം. ഒന്ന് ചോറ് വേവിച്ച് ഊറ്റിയെടുക്കും, രണ്ടാമത് ഗീ റൈസ് വറ്റിച്ചെടുക്കുന്ന പോലെ വറ്റിച്ചെടുക്കും ചെയ്യാം. അപ്പോൾ ഇവിടെ വറ്റിച്ചെടുക്കുകയാണ്. അതിനുവേണ്ടി ഒരു ചെമ്പട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഡാൽഡ ഒഴിച്ച് കൊടുക്കുകയാണ്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കേണ്ടവർക്ക് അത് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കാം. കരിയാതെ നോക്കണം. അണ്ടിപ്പരിപ്പ് വറുത്ത് കോരുകയാണ്, കരിയാതെ ശ്രദ്ധിക്കണം. 2 മീഡിയം സൈസ് സവാള കനം കുറച്ച് അരിഞ്ഞതാണിത്. അതിൻ്റെ കൂടെ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിന് നമുക്ക് വറുത്ത് കോരി മാറ്റാം. സവാള വറുവായിട്ടുണ്ട്. ഇതിൽ നിന്ന് ഇത് മാറ്റാം. പത്ത് ഏലക്കായ്, 10 ഗ്രാമ്പു, 2-3 പട്ട പൊട്ടിച്ചെടുത്ത്, സജീരകം ഇതെല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. മരുന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എത്ര അരിയാണോ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 2 ക്യാരറ്റ് ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി അടപ്പടച്ച് വെക്കാം. ഇതൊന്ന് തിളച്ച് വരട്ടെ. 2.5 കിലോ ബിരിയാണി അരിയാണ് എടുത്തിട്ടുള്ളത്. അളന്ന് നോക്കിയപ്പോൾ ഇതിൽ 11 കപ്പ് ഉണ്ട്. അപ്പോൾ ഒരു 22 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടി അധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ അരി നന്നായിട്ട് കഴുകിയെടുക്കാം. നമ്മുടെ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ കഴുകി വാർത്ത് വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഉപ്പില്ലേന്ന് നോക്കണം. വെള്ളത്തിൽ അല്പം ഉപ്പ് മുന്നിട്ട് നിന്നാലേ ചോറിൽ ഉപ്പ് ഉണ്ടാവുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കും. ചോറ് 3/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വറ്റുകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാല ഉണ്ടാക്കാം. പൊരിച്ച എണ്ണ കുറച്ച് ഈ ഉരുളിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 5 സവാള അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും കൂടി ചതച്ച പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്കൊരു 7 പച്ചമുളക് ചതച്ചത് കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 5 തക്കാളി കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. കരിയാതിരിക്കാൻ വേണ്ടി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ചിക്കൻ മസാല, 2 ടീസ്പൂൺ ഗരം മസാല. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നാരങ്ങ നീര് കൂടി ഒഴിച്ചു കൊടുക്കാം.
ഇനി ഇതിലേക്ക് ഒരു 6 ടീസ്പൂൺ തൈരും കൂടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ തീയിൽ അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പം ഇനി നമുക്ക് ദമ്മിടാൻ തുടങ്ങാം. ഏറ്റവും അടിയിൽ ചിക്കൻ വെച്ച് അതിൻ്റെ മുകളിൽ ചോറിടേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ ഇപ്പോൾ സെൻറ്ററിലാണ് ചിക്കൻ ഇടുന്നത്. അതുകൊണ്ട് തന്നെ ചെമ്പിൽ നിന്ന് പകുതി ചോറ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയും പിന്നെ മല്ലിച്ചപ്പും പുതിനയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിന് ഈ ചോറിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി 6 kg ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചോറിട്ട് കൊടുത്ത് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ചിക്കൻ ഗ്രേവി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ മുകളിൽ വീണ്ടും ചോറിട്ടതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ഗരം മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ അവസാനമായിട്ട് ഇനി ഇതിൻ്റെ മുകളിൽ 6 kg കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ദമ്മിടൽ കഴിഞ്ഞു. അടപ്പടച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് തീ കോരിയിട്ടതിന് ശേഷം എന്തെങ്കിലും കനമുള്ളത് വെച്ച് കൊടുക്കാം. ഒരു കലത്തിൽ വെള്ളം നിറച്ച് അതാണ് ഇതിൻ്റെ മുകളിൽ കയറ്റി വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പൊരിച്ച ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്.